ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് എവറി വുമൺ റൈറ്റർ ബൈ സാറ ജോസഫ്. പേജ് നമ്പർ 68 കാര്യമാണ് മിസ്സിന് പറയാൻ പോകുന്നത്. സാറ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് റൈറ്ററാണ്, പിന്നെ ഒരു ക്രിട്ടീക്കാണ്, അതുപോലെ തന്നെ ഒറേറ്ററും കൂടിയാണ്. നല്ലൊരു നല്ലപോലെ സംസാരിക്കുന്ന ഒരു ആളും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. പിന്നെ എൻവയോൺമെന്റൽ റൈറ്റ്സിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു വിമൻസ് കളക്റ്റീവ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്, മാനുഷി എന്ന് പറയുന്നത്. അത് റേപ്പ് വിക്ടിംസിന് വേണ്ടിയും ഈ പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ടിയും പിന്നെ ആദിവാസി ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യാനും ഡൗറി ഡെത്തിനെതിരെയും എൻവയോൺമെന്റൽ പൊല്യൂഷനെതിരെയൊക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ് മാനുഷി കേട്ടോ. പിന്നെ സാറ ജോസഫിന്റെ ഒരു വിമൻസ് ഓർഗനൈസേഷൻ വേറെയുണ്ട്, മാനവി. അതും ഈക്വൽ റൈറ്റ്സിന് വേണ്ടി, സ്ത്രീകളുടെ ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയുള്ളൊരു ഗ്രൂപ്പാണ്. പിന്നെ അടുത്ത അവരുടെ കുറേ വർക്ക്സിന്റെ പേര് മിസ് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് അലാഹയുടെ പെൺമക്കൾ കേട്ടോ, പിന്നെ ബുധിനി, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് എന്ന് പറയുന്നത് പാപത്തറ, ഒടുവിലത്തെ സൂര്യകാന്തി, പിന്നെ കാടിന്റെ സംഗീതം, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. സലാഹയുടെ പെൺമക്കൾ മറന്നു പോരുത്. പിന്നെ അവരുടെ ഏറ്റവും ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള നോവലാണ് അലാഹയുടെ പെൺമക്കൾ കേട്ടോ, അലാഹാസ് ഡോട്ടേഴ്സ്. അത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്, കേരളയിലെ ഫെമിനിസ്റ്റ് മൂവ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു റൈറ്ററാണ് സാറ ജോസഫ്. പിന്നെ അവരുടെ ആ വർക്ക്സിനകത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ എങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, അവരതെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, പിന്നെ മാർജിനലൈസ്ഡ് വുമണിന്റെ കാര്യം, അവരുടെ സ്ട്രഗിൾ ഫോർ ഫ്രീഡം, അതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. സ്ത്രീകളുടെ പല റോൾസിനെ കുറിച്ചാണ് അവരവരുടെ കഥയ്ക്കകത്താണെങ്കിലും ഷോർട്ട് സ്റ്റോറീസ് നോവൽസിനകത്താണെന്നുണ്ടെങ്കിലും പറയുന്നത്. പിന്നെ അവർ ഈ ഒരു നോവലിനകത്തൂടെ പറയുന്നത് എന്താണ്, ഇൻസൈഡ് എവറി വുമൺ റൈറ്റർ. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺഹുഡിനെ മെയിൽ ഹെജിമോണിക് സൊസൈറ്റി, അതായത് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ സ്ത്രീകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, എസ്പെഷ്യലി ഒരു ഫീമെയിൽ റൈറ്റർ എങ്ങനെയാണ് ജീവിക്കുന്നത്, സ്ത്രീകൾക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ, അവരെ എല്ലാവരും സപ്രസ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ എല്ലാ സപ്രസ് ചെയ്തേക്കുന്നതിൽ നിന്നും കറേജസ് ആയിട്ട് അവരുടെ കല്യാണ ജീവിതത്തിൽ നിന്ന്, അതായത് കുടുംബ ജീവിതത്തിൽ നിന്ന്, മാരിറ്റൽ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് രക്ഷപ്പെടുന്നത്, അവരെങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് ബ്രേക്ക് ചെയ്ത് എസ്കേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പിന്നെ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അത് VC ഹാരിസ് ആണ് ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതിന്റെ മലയാളം എന്ന് പറയുന്നത് ഓരോരോ എഴുത്തുകാരിയുടെ ഉള്ളിലും എന്നാണ്. പേജ് നമ്പർ 69 കിടപ്പുണ്ട്. അതായത് ഹ്യൂമൻ ഡിസയർ ഫോർ ഫ്രീഡത്തിന് വേണ്ടിയുള്ള ഹ്യൂമൻ ഡിസയറിനെ കുറിച്ചാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എസ്പെഷ്യലി ആ വുമൺ റൈറ്റർ, ഒരു ഫീമെയിൽ റൈറ്റർ, അവരുടെ ആ കുടുംബ ജീവിതത്തിൽ നിന്ന്, ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റീസിൽ നിന്നുമെല്ലാം എങ്ങനെ ഇവർ എസ്കേപ്പ് ചെയ്യുന്നു അവസാനം, അതാണ് ഇതിനകത്ത് പറയുന്നത്. അവരുടെ ആ ഒരു ഒപ്രസീവ് കണ്ടീഷനിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടുന്നു, അവരുടെ ആ വൈഫ്ഹുഡും അല്ലെങ്കിൽ മദർഹുഡ് എന്നുള്ള ആ ഒരു ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഇവർ ഒരു മാനിപ്പുലേറ്റീവ് ഹസ്ബൻഡിൽ നിന്ന് അല്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻസിൽ നിന്ന് ഇവരെങ്ങനെയാണ് മോചനം നേടുന്നത്. അപ്പം അവർ പറയുവാണ്, ആസ് എ റൈറ്റർ അവർക്ക് എന്താണ് ക്രിയേറ്റിവിറ്റിയെ അവരുടെ തടയാനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു തിങ്കിങ്ങിനെ തടയാനും ഒക്കെ പേട്രിയാർക്കി അല്ലെങ്കിൽ മെയിൽ ഡോമിനേഷൻ ഒരുപാട് സപ്രസ് ചെയ്തിട്ടുണ്ട് ഇവരെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ പറയുവാണ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് ഇവരുടെ വർക്ക്സ് പബ്ലിഷ് ചെയ്ത് കിട്ടാനും ഒക്കെ. ഈ വർക്ക്സ് പബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റിംഗിന്റെ ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ കാര്യം മിസ് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് പറഞ്ഞു പോകും. പേജ് നമ്പർ 69 കാര്യം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണെന്നുണ്ടെങ്കിൽ സെയിം തീമും സെയിം സ്റ്റീരിയോടിപ്പിക്കൽ സ്ട്രക്ചേഴ്സ് മാത്രം മതി. പക്ഷേ മെയിൽ റൈറ്റേഴ്സ് ഒരുപാട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് എഴുതുമ്പോൾ ഫീമെയിൽ റൈറ്റേഴ്സ് എപ്പോഴും ഒരു റൊമാൻസ് അല്ലെങ്കിൽ ലവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മാത്രം ഒതുങ്ങിപ്പോയാൽ മതി എന്നാണ് ആര് പറയുന്നത്, പബ്ലിഷേഴ്സ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് പറ്റുന്നില്ല, കൂടുതൽ പബ്ലിക്കേഷൻസ് ഒന്നും കിട്ടുന്നില്ല. കാരണം സെയിം തീമും സെയിം ക്യാരക്ടേഴ്സും ഒക്കെയാണ് എപ്പോഴും എംപ്ലോയ് ചെയ്യുന്നത്. ആ ഒരു പേട്രിയാർക്കിക്കൽ സൊസൈറ്റിയെ കുറിച്ച്, ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ് ആര് പറയുന്നത്, ജെൻഡർ ഇനിക്വാളിറ്റിയെ കുറിച്ചൊക്കെയാണ് നമ്മുടെ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ആര് പറയുന്നത്, നമ്മുടെ റൈറ്റർ പറയുന്നത്. പിന്നെ ഇതിനകത്ത് പ്രോട്ടഗോണിസ്റ്റ് നെയിംലെസ് ആണ്. അവരുടെ ഹസ്ബൻഡിന്റെ പേര് പുരുഷോത്തമൻ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്,
ഐഡിയൽ മാൻ എന്നാണ് പുരുഷോത്തമന്റെ മീനിങ്. സോ അതൊക്കെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞേക്കുവാണ്. സാറാ ജോസഫിനെ കുറിച്ച് ആദ്യം എഴുതുക, അവരുടെ വർക്ക്സിനെ കുറിച്ച് എഴുതുക. പിന്നെന്താണ് പറയുന്നത്, ഫെമിനിസ്റ്റ് ആണെന്ന് പറയുക. ഇൻസൈഡ് എവരി വുമൺ റൈറ്റർ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ് ഇതിനകത്തെ പ്രോട്ടഗോണിസ്റ്റ്? ഒരു ഫീമെയിൽ റൈറ്ററാണ്. അവർക്ക് അവരുടെ ഹസ്ബൻഡിനെയും അവരുടെ ആ ഒരു മദർഹുഡ് എന്നുള്ള ആ ഒരു ബേർഡനിൽ നിന്ന് രക്ഷപ്പെടണം. ഒരുപാട് ഫൈറ്റ് ചെയ്തു ഹസ്ബൻഡുമായിട്ട്. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഇറങ്ങി പോകാൻ പോവാണ്. സോ അവരുടെ ഹസ്ബൻഡിന്റെ പേരെന്താണ്, പുരുഷോത്തമൻ എന്നാണ്. സോ ഇവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം. ഇവർക്ക് ഇവരുടെ ആയിട്ടുള്ള ആണ്ട് മേബലിന്റെ അടുത്തോട്ട് പോകണം. സോ ഇവരെന്ത് ചെയ്യുന്നു, ഷീ ഈസ് സെൻഡിങ് എ ടെലിഗ്രാം ടു ആണ്ട് മേബൽ ഇൻഫോമിംഗ് ഹെർ ദാറ്റ് ഐ എം ഗോയിങ് ടു അറൈവ് അറ്റ് യുവർ ഹൗസ് എന്ന് പറയുവാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുവാണെന്ന് പറഞ്ഞ് ആണ്ട് മേബലിന് ഇവരൊരു ടെലിഗ്രാം അയക്കുന്നു. പ്രോട്ടഗോണിസ്റ്റ് എന്ത് ചെയ്യുകയാണ്, എന്നിട്ട് പറയുവാണ് നമ്മളുടെ അടുത്ത് ഹൗ ഷീ ഈസ് കേജ്ഡ് ഇൻസൈഡ് ഹർ ഹൗസ്. അതായത് ഇവർ ഇപ്പോഴത്തെ താമസിക്കുന്ന ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹമാണ്, വളരെ റെസ്ട്രിക്ഷൻസ് ഉള്ളതാണ്. അവർ ആ 4 വാൾസിനുള്ളിൽ അകപ്പെട്ട് പോയിരിക്കുകയാണ്. ആണ്ട് മേബലിന്റെ ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. വാൾസേ ഇല്ല, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസേ ഇല്ല. അങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല ഫ്രീഡം ഉള്ളൊരു ഹൗസ് ആണെന്ന്. സോ പ്രോട്ടഗോണിസ്റ്റിന്റെ ഹൗസ് എന്ന് പറയുന്നത് ഇവളെ ഒരു മെഷീനാക്കി മാറ്റിയിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലികൾ ചെയ്യുന്നു, കിടക്കുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നു, കിടക്കുന്നു. അവർക്ക് എഴുതാനൊരു സ്പേസ് ഇല്ല. എഴുതാനിരിക്കുമ്പോഴെല്ലാം അവർക്കൊരു ഹെവി ഹാർട്ടാണ്. അതായത് അവർക്കൊരു ഇമോഷൻസ് ഇല്ലാതിരിക്കുന്ന പോലെ തോന്നുന്നു. ആ ഒരു അൺഈസി ഫീലിംഗിൽ നിന്നാണ് ഇവർക്ക് ഫ്രീഡത്തിനെ കുറിച്ചുള്ള ആലോചന ഇവർക്ക് കിട്ടുന്നത്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങി ഓടണം. ആണ്ട് മേബലിന്റെ ഹൗസ് എന്ത് പറ്റും, എന്ത് തരും ഇവർക്ക്? ആ എഴുതാനുള്ള ക്രിയേറ്റീവ് ഫ്രീഡം അവർക്ക് തരും. അതുകൊണ്ടാണ് ഇവരെ ആണ്ട് മേബലിന്റെ അടുത്തോട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ എന്താണ്, ഇവർക്ക് കണ്ടംപററി റൈറ്റേഴ്സുമായിട്ടൊക്കെ ഇവർ മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഈ ആണ്ട് മേബലിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടംപററി റൈറ്റേഴ്സുമായിട്ടൊക്കെ ഇവർ മീറ്റിംഗിൽ ഏർപ്പെടുന്നുണ്ട്. സോ അവിടെ വെച്ച് ഇവർക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫ്രീഡവും ഒരുപാട് ലിറ്റററി ഡിസ്കഷൻസും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ വീട്ടിൽ വരുമ്പോൾ എന്താണ്, വെജിറ്റബിൾസ് അരിയുക, കുഞ്ഞുങ്ങളെ നോക്കുക, കുഞ്ഞുങ്ങൾ കരയുമ്പോൾ നോക്കുക, ലേറ്റായിട്ട് വരുമ്പോൾ സമയം നോക്കണം, അങ്ങനെയുള്ള ആകെ പ്രശ്നങ്ങളാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ. ആൻഡ് മാത്രമല്ല ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് ലിറ്റററി ഡിസ്കഷന് വേണ്ടി ആളുകളെ ഇൻവൈറ്റ് ചെയ്താലും ഹസ്ബൻഡിന്റെ അടുത്ത് മാത്രമേ അവർ സംസാരിക്കൂ. കാരണം ഇയാളാണ് അവിടെ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ഇവരുടെ ജോലി എന്താണ്, ലിറ്റററി ഡിസ്കഷൻസിൽ പങ്കെടുക്കുന്നതല്ല, ഇവരുടെ ജോലി വെച്ച് വിളമ്പുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് അവർ പോകുമ്പോൾ അത് കഴുകി വെക്കണം. സോ ഈ കാര്യങ്ങളൊന്നും ആണ്ട് മേബലിന്റെ ഹൗസിൽ നടക്കത്തില്ല. ആണ്ട് മേബൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി ക്യാരക്ടറാണ് സ്റ്റോറിയിലെ. ആണ്ട് മേബലിന്റെ ഹൗസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി മെയ്ഡപ്പ് പ്ലേസ് ആണ്. അതായത് പ്രോട്ടഗോണിസ്റ്റിന്റെ മൈൻഡിലുള്ള ഹാപ്പി പ്ലേസ് ആണ്. ഇങ്ങനൊരു സ്ഥലം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ച് അവരൊരു സ്ഥലം ക്രിയേറ്റ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയുള്ള, അവരുടെ ഫ്രീഡമാണ് ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്ന ആണ്ട് മേബലിന്റെ ഹൗസ്. ആണ്ട് മേബൽ എന്ന് പറഞ്ഞാൽ ആളും ഇല്ല, ഒരു ഹൗസും ഇല്ല. പക്ഷെ ഇവർ പറയുന്നത് എനിക്ക് അവിടെ വളരെ ഫ്രീഡം ഉള്ളതാണെന്ന്. സോ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു സിംബോളിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആണ്ട് മേബലിന്റെ ഹൗസ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ദി പ്രോട്ടഗോണിസ്റ്റ് ഫ്രീഡം, ലിറ്റററി ഫ്രീഡം അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫ്രീഡം. അതുകൊണ്ടാണ് പറയുന്നത് ആണ്ട് മേബലിന്റെ ഹൗസിൽ വാൾസ് ഇല്ല, വളരെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെന്താണ്, മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ക്രീൻസ് മാത്രമേ ഉള്ളൂ, ഗ്രിൽസ് ഇല്ല, ബോൾട്ട് ഇല്ല, ലോക്കും കീയും ഒന്നുമില്ല. അത് മാത്രമല്ല അവിടെ എന്താണ് നമ്മുടെ റൈറ്റർ ഫൈൻഡ് ചെയ്യുന്നത്, ത്രോബിങ് വെയിൻസ് ആൻഡ് ആർട്ടറീസ്, അതായത് ഒരു ഹാർട്ട് പോലെയാണ്. അതൊരു ഹാർട്ടാണ്. അവിടെ ഭയങ്കര ലൈവ്ലി ആയിട്ടൊരു പ്ലേസ് ആണ് ആര്, നമ്മുടെ ആണ്ട് മേബലിന്റെ ഹൗസ്. വളരെ എലൈവ് ആണ്. ആൻഡ് എന്താണ്, ഈ ഒരു വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസ് ആർക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ റൈറ്ററിന് കിട്ടുന്നുണ്ട്. ഹൗസ് എന്ന് പറയുന്നത് വളരെയധികം ബ്യൂട്ടിഫുൾ ഓഷന്റെ ഫ്രണ്ടിലാണുള്ളത്. അതൊരു നെവർ എൻഡിങ് ഫ്രീഡത്തിനെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഓഷൻ. സത്യം പറഞ്ഞാൽ ആണ്ട് മേബലിന്റെ ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. പക്ഷെ അവരുടെ ആ ഒരു ആഗ്രഹത്തിനെ, ഡിസയറിനെ അവർ ആണ്ട് മേബലിന്റെ ഹൗസ് എന്ന് വിളിക്കുവാണ്. ആ ഒരു ലിറ്റററി ഫ്രീഡത്തിനെ, അവർക്ക് ആഗ്രഹമുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസിനെയാണ് അവർ ആണ്ട് മേബലിന്റെ ഹൗസ് എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോട്ടഗോണിസ്റ്റ്. സോ പറയുകയാണ് ആണ്ട് മേബലിന്റെ വീടെന്ന് പറയുന്നത് ഒരു ഓഷ്യന്റെ ബാക്ക്ഡ്രോപ്പിലാണ്. ആ വീടിന്റെ ബാക്ക് സൈഡിൽ ഓഷ്യനാണ്. ആ ഓഷ്യൻ എന്ന് കാണിക്കുന്നത് എന്താണ്, നെവർ എൻഡിങ് ഫ്രീഡത്തിനെയാണ് ഓഷ്യൻ കാണിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇവർക്കൊരു ഇമാജിനറി ഫ്രണ്ട് ഉണ്ട്, ജയദേവൻ. ആ ജയദേവൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേറ്റോണിക് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത്. അതായത് സെക്ഷൽ ആയിട്ടുള്ള കൺസേൺസ് ഒന്നും ഇല്ല, ജസ്റ്റ് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് മാത്രം. അത് ജയദേവനുമായിട്ടുള്ളതെല്ലാം മാജിക്കൽ മൊമെന്റ്സ് ആണ്. അപ്പം പിന്നെ പറയുവാണ് പ്രോട്ടഗോണിസ്റ്റിന് പുരുഷോത്തമ ഈ ഒരു ഭർത്താവിന്റെ വീടെന്ന് വെച്ചാൽ വളരെയധികം ടോർച്ചറിങ് ആണ്. പക്ഷേ ജയദേവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം റിലീവിംഗ് ആണ്. ആൻഡ് അതുപോലെ തന്നെ പറയുവാണ്, ഈ കുറച്ച് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇന്റർവെൽ എടുക്കുന്ന സമയത്തെല്ലാം പുരുഷോത്തമന്റെ അണ്ടർ ഗാർമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും പിന്നെന്താണ് ആ ഒരു അൺബെയറബിൾ സ്മെല്ല് അതിനെക്കുറിച്ചൊക്കെയാണ് പോയിട്ട് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് പറയുവാണ്. അതൊക്കെ വളരെ അനോയിങ് ആയിട്ട് തോന്നുവാണ് നമ്മുടെ പോയിട്ട് റൈറ്ററിന്. ആണ്ട് മേബലിന്റെ വീടൊക്കെ ഇവരുടെ ഡ്രീംസിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ആ ഡ്രീംസ് അല്ലെങ്കിൽ ആ ആണ്ട് മേബലിന്റെ വീടെന്ന് പറയുന്നത് എന്തിനെയാണ്, ഫ്രീഡത്തിനെ കാണിക്കുന്നതാണ്. സോ പ്രോട്ടഗോണിസ്റ്റ് പറയുവാണ്, എനിക്ക് എന്നെ തന്നെ സ്വയം ഡിസ്കവർ ചെയ്യണം.
ആൻഡ് എനിക്ക് ഈ വീട്ടിൽ എനിക്കിനി ജീവിക്കണ്ട, അല്ലെങ്കിൽ എന്താണ്, എനിക്ക് ഒന്നുകൂടി ജനിക്കണം, എനിക്ക് റീഫ്രഷ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് എനിക്ക് ഒന്നുകൂടെ ജനിക്കണം, എനിക്ക് ഈ വീട്ടിലേ നിൽക്കണ്ട, എനിക്ക് ഈ ഹൗസ് ഹോൾഡ് കോഴ്സ് ഒന്നും ചെയ്യാൻ വയ്യ, എനിക്കെന്താണ് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം വേണം. ആൻഡ് മേബലിന്റെ സ്ഥലം പോലെ എനിക്കൊരു ക്രിയേറ്റീവ് ഫ്രീഡം വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ ജനിക്കണം എന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് വളരെ റിബല്യസ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ആ ഒരു റെസിസ്റ്റൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ക്രിയേറ്റിവിറ്റിയെ നമ്മുടെ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെതിരെ ഇവർക്ക് എന്ത് ചെയ്യണം, അത് പൊട്ടിച്ച് ഇവർക്ക് എസ്കേപ്പ് ചെയ്യണം. അതിനെയാണ്, ആ ഒരു കാര്യമാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് ഇവർ പറയുന്നത്. ഇപ്പോൾ പ്രോട്ടഗോണിസ്റ്റ് ഒരു മാരീഡ് വുമൺ ആണ്, അവർക്ക് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് പറ്റത്തില്ല. പേട്രിയാർക്കൽ റൂൾസ് ആൻഡ് പ്രാക്ടീസസ് ഇവർക്ക് ഭയങ്കര അധികം ടോർച്ചറിങ് ആയിട്ട് തോന്നുന്നു. ഹസ്ബൻഡ് എന്ന് പറയുന്ന പുരുഷോത്തമൻ, ഐഡിയൽ മാൻ എന്ന് പറയുന്നത് ഒരു മെയിൽ സെന്റേർഡ് മാൻ ആണ്. അത് പേട്രിയാർക്കി റെപ്രസെന്റ് ചെയ്യുന്ന മനുഷ്യനാണ്. വൈഫിനെ ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആവാനോ ഇന്റലക്ച്വൽ ബീയിങ് ആവാനോ സമ്മതിക്കുന്നില്ല. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, വളരെ ഐറോണിക്കൽ ആയിട്ടുള്ള ഒരു പേരാണ് നമ്മുടെ ഹസ്ബൻഡിന്, ഉത്തമ പുരുഷൻ. പുരുഷോത്തമൻ എന്ന് വെച്ചാൽ എന്താ മീനിങ്, ഉത്തമ പുരുഷൻ. അപ്പം പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഫൈറ്റ് ചെയ്യുന്ന കാര്യം, ആൻഡ് മേബിളിന്റെ വീടിന്റെ കാര്യം എല്ലാം പറയണം. പിന്നെ അവർക്ക് വളരെയധികം എന്താ പറയുക, ഒപ്രഷനിൽ നിന്നും ഏലിയേഷനിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടണം. സൊസൈറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ക്രിയേറ്റഡ് സർട്ടൻ റൂൾസ് ഫോർ എ വുമൺ. സോ അതുകൊണ്ട് ആ റൂൾസിൽ നിന്നില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇവർ വളരെ പന്ന സ്ത്രീയാണ് എന്ന് സൊസൈറ്റി തന്നെ പറഞ്ഞുണ്ടാക്കും. ഡൊമസ്റ്റിക് സ്പേസിൽ നിന്നില്ലെങ്കിൽ, മദറിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ വൈഫിന്റെ ഡ്യൂട്ടീസ് ചെയ്തില്ലെങ്കിൽ, സൊസൈറ്റി ഓൾവേസ് വോണ്ടഡ് വിമൻ ടു സാക്രിഫൈസ് ദിയർ ടാലൻസ്, അല്ലേ? എപ്പോഴും ഒരു ഡ്യൂട്ടിഫുൾ ഡോട്ടർ ആയിരിക്കുക, അല്ലെങ്കിൽ ഒരു നർച്ചറിങ് മദർ ആയിരിക്കുക, ഒരു പതിവ്രത ലോയൽ വൈഫ് ആയിരിക്കുക. ആൻഡ് പ്രോട്ടഗോണിസ്റ്റ് ഇതെല്ലാം മനസ്സിലാക്കി അവർക്ക് എന്ത് വേണം, അവർക്ക് ഫ്രീഡം വേണം, അവർക്കൊരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ടാക്കണം. ആൻഡ് ഷീ ഈസ് ഓൾസോ വെരി അപ്സെറ്റ് ആൻഡ് റിബല്യസ് ആണ്. ഒരെണ്ണം ഒപ്രഷന്റെ സ്റ്റോറിയും പറയുന്നുണ്ട്, അടുത്ത സ്റ്റോറി ആൻഡ് മേബലിന്റെ വീടിനെ കുറിച്ച് പറയുമ്പോൾ അത് ഫ്രീഡത്തിനെ കാണിക്കുന്നു. ഓക്കെ, ആ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടണം. അതാണ് നമ്മുടെ സ്റ്റോറിക്കകത്ത് ഇവർ കാണിക്കുന്നത്. അപ്പോൾ റിയാലിറ്റിയെ കുറിച്ചും പറയുന്നുണ്ട്, ഫാന്റസിയെ കുറിച്ചും പറയുന്നുണ്ട്. ആൻഡ് ഫൈനൽ ഇമേജ് ഓഫ് ദ പ്രോട്ടഗോണിസ്റ്റ് ഫ്രീഡം ആണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു ഫെമിനിസ്റ്റിക് വ്യൂ പോയിന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ സാഡായിട്ടും അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റോറിയെ കുറിച്ചുമാണ് സൈഡ് ബൈ സൈഡ് പറഞ്ഞു പോകുന്നത്. റീഡേഴ്സിന്റെ മൈൻഡിൽ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആർക്ക്, നമ്മുടെ റൈറ്ററിന്. അവരുടെ ആ ഒരു ഡിറ്റർമിനേഷനെ കുറിച്ചും ആ ഒരു ഫ്രീഡത്തിനെ കുറിച്ചുമുള്ള ആ ഒരു ഡിസയറാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ജയദേവനുമായിട്ടുള്ള കാര്യം ചോദിക്കാം. ജയദേവൻ എന്ന് പറഞ്ഞൊരു ഇമാജിനറി ക്ലോസ് ഫ്രണ്ടാണ്. ജയദേവനാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അടുത്ത് ആൻഡ് മേബലിന്റെ വീട്ടിലോട്ട് പോയി ബുക്ക് എഴുതാൻ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്? ജയദേവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ശരിക്കും പറഞ്ഞാൽ ഇവർ ക്രിയേറ്റ് ചെയ്തതാണ് മൈൻഡിൽ. എന്തിനാ? അവരുടെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടാത്ത ആ ഒരു എൻകറേജ്മെന്റ് ഇവരൊരു മെയിൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന രീതിയിലാണ് അവർ ജയദേവനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഐഡിയൽ ഹസ്ബൻഡാണ് ശരിക്കും ജയദേവൻ. പക്ഷെ അവർ തമ്മിൽ പ്ലേറ്റോണിക് റിലേഷൻഷിപ്പേ ഉള്ളൂ, അതായത് ഫ്രണ്ട്സ് ആണ്. പക്ഷെ അവർക്ക് വേണ്ടുന്ന ഹസ്ബൻഡിന്റെ ക്വാളിറ്റീസ് എല്ലാം ഇവർ ജയദേവൻ എന്നൊരു ഇമാജിനറി ക്യാരക്ടറിൽ വെച്ചേക്കുവാണ്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, അവരുടെ തോട്ട്സും ഫീലിങ്സും എല്ലാം സെയിം ആണ്, അവരെല്ലാം ഷെയർ ചെയ്യും. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, അവരുടെ ക്രിയേറ്റീവ് വർക്കിനെ എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ജയദേവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവർ ആൻഡ് മേബിളിന്റെ ഹൗസിൽ വെച്ചാണ് ഇവർ നല്ല ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെന്താ പറഞ്ഞത്, ലവ് റിലേഷൻഷിപ്പ് അല്ലാതെ. ഇപ്പൊ ജയദേവൻ പറയുന്നുണ്ട് എല്ലാ റിലേഷൻഷിപ്പും ലവിൽ എൻഡ് ചെയ്യണമെന്നില്ല, അതൊരു കൈൻഡ് ഓഫ് അൺകണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പാണ്. അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് അതായത് ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്നുള്ള പോലെ. അപ്പൊ ജയദേവൻ പറയുന്നത് എന്താണ്, ജയദേവൻ എന്നുള്ള ക്യാരക്ടറിലൂടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം വിത്തൗട്ട് ബീയിങ് ഇൻ എ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വിത്തൗട്ട് ഫോളിങ് ഇൻ ലവ്. അതുകൊണ്ടാണ് ജയദേവൻ എന്നുള്ള ക്യാരക്ടറിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൈറ്റർ. പിന്നെ ഇതിനകത്ത് ഒരു പഞ്ചലോഹ റിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. പഞ്ചലോഹ റിംഗ് എന്ന് വെച്ചാൽ 5 മെറ്റൽസ്, 5 ലോഹങ്ങൾ, 5 മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിംഗാണ് പഞ്ചലോഹ റിങ്. അതിനെ നമ്മൾ സേക്രഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞൊരു മെറ്റഫറാണ്. അതായത് 5 മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന റിംഗാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിന്റെ വിരലിലുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ പേട്രിയാർക്കൽ സൊസൈറ്റി ഇമ്പോസ് ചെയ്തിരിക്കുന്ന റെസ്ട്രിക്ഷൻസിനെയാണ് കാണിക്കുന്നത്. സ്ത്രീകൾക്ക് മേലുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസിനെയാണ് പഞ്ചലോഹ റിംഗ് കാണിക്കുന്നത്. പ്രോട്ടഗോണിസ്റ്റ് പറയുന്നുണ്ട് ഈ ഇന്റലക്ച്വൽ റൈറ്റേഴ്സ് ഡിസ്കഷനിലൊന്നും ഇവർക്ക് ചേരാൻ പറ്റത്തില്ല. കാരണം എന്താ? ബിക്കോസ് ഓഫ് ദി പഞ്ചലോഹ റിംഗ് എന്ന്. പഞ്ചലോഹ റിംഗ് എന്ന് പറയുന്ന റിംഗ് സ്പെഷ്യലി മെയ്ഡ് ബൈ ഹർ മദറാണ്. അതായത് ഒരു സ്ത്രീക്ക് ഉള്ള ഡ്യൂട്ടീസിന്റെ ആ ഒരു ന്യൂമറസ് ഡ്യൂട്ടീസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പഞ്ചലോഹ റിംഗ്. വളരെ സേക്രഡ് ആയിട്ടുള്ളൊരു ഡ്യൂട്ടിയെ കാണിക്കുന്നു, അല്ലെങ്കിൽ സാക്രിഫൈസിനെ കാണിക്കുന്നു. ഡ്യൂട്ടീസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓഫ് ദി മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ് പഞ്ചലോഹ റിംഗ് വഴി കാണിക്കുന്നത്. ഓക്കെ,
പിന്നെ ഗോൾഡൻ വിങ്സിനെ കുറിച്ചൊരു ഇമേജ് പറയുന്നുണ്ട്. അതായത് പ്രോട്ടഗോണിസ്റ്റ് കുറേ പോയറ്റിക് ഫ്രണ്ട്സസ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുന്നുണ്ട് ഒരു റിവറിന്റെ ബ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ അവർ വളരെയധികം ലിറ്റററി ഡിസ്കഷൻസിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്കപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് തോന്നി ഇവർ ഇത്രയും ക്രിയേറ്റീവ് ഫ്രീഡം അനുഭവിക്കുന്ന ആളുകളാണ് ഇവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത്. സോ അവർക്ക് തോന്നി അവരൊക്കെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഗോൾഡൻ വിങ്സ് ബെയർ ചെയ്ത് നടക്കുന്നവരാണെന്ന്. വിങ്സ് എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്രീഡം ഉള്ളവരാണ്, ഇമോഷൻസും ഫീലിങ്സും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഫ്രീഡം. സോ ഈ ഗോൾഡൻ വിങ്സ് എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഫ്രീഡത്തിനെ കാണിക്കുന്നു. അപ്പോൾ അവരുടെ പോയറ്റിക് ഫ്രണ്ട്സിന് അവർക്ക് ഒപ്പീനിയൻസും ഒന്നും പറ്റത്തില്ല, എഴുതാനൊന്നും പറ്റത്തില്ല. പക്ഷേ അവരുടെ പോയറ്റിക് ഫ്രണ്ട്സിന് ഒപ്പീനിയൻസ് ഉണ്ട്, ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട് ടുവേർഡ്സ് എവറിത്തിങ് വാട്ട് ദാറ്റ് ഇസ് ഹാപ്പനിങ് അറൌണ്ട് ദം. അപ്പോൾ അവർക്കൊരു ഓഡിയൻസ് ഉണ്ട് അവരെ കേൾക്കാൻ, അവർക്ക് ലിറ്റററി ഡിസ്കഷൻസ് ഉണ്ട്, അവരെ ആരും അടിച്ചമർത്താൻ വരുന്നില്ല, അൺലൈക്ക് അവർ പ്രോട്ടഗോണിസ്റ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർക്ക് ഗോൾഡൻ വിങ്സ് ഉള്ളതുപോലെ പ്രോട്ടഗോണിസ്റ്റിന് തോന്നിയത്. പിന്നെ വീട് വിട്ടിറങ്ങിയപ്പോൾ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിന് എന്താണ് ഫീൽ ചെയ്തത്? വളരെ ഫ്രീഡം തോന്നി. അതായത് എന്തോ ഒരു ഗോൾഡൻ വിങ് കിട്ടിയതുപോലെ. അവരുടെ മുടി എന്താണ് അൺലൂസൺ ചെയ്തു അവർ. ആ മുടി സ്കൈയിൽ പോയി ടച്ച് ചെയ്യുന്ന കണക്ക് ഇവർക്ക് തോന്നി. അവരുടെ സ്കേർട്ട് എന്ന് പറയുന്നത് വിൻഡിൽ ഇങ്ങനെ പാറി പറക്കുന്നത് കണക്ക് തോന്നി. അതായത് എർത്തിനെ മൂടുന്ന കണക്ക് തോന്നി. എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ അവർ ആ ലോങ് ലാസ്റ്റ് ഫ്രീഡം ഇങ്ങനെ അനുഭവിക്കുവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം. അപ്പം അവരെല്ലാ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും ബ്രേക്ക് ചെയ്തിട്ടാണ് അവർ, ഫാമിലിയും ചിൽഡ്രനും ഒന്നുമില്ല, അതിൽ നിന്നെല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് അവർ ക്രിയേറ്റീവ് സ്പേസിലോട്ട് പോവുകയാണ്. അതും എല്ലാം എന്താണ്? ഇമാജിനേഷനാണ് കേട്ടോ ശരിക്കും, അതാണ് പറയുന്നത്. പിന്നെ ആർട്ട് മേബിളിൻ്റെ ഹൗസും ഇവരുടെ ഹൗസും നമ്മൾ ഡിഫറൻസ് ചോദിക്കാം. അത് മിസ് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലെസണിനകത്തുള്ളത്. ഇത് വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.